ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ 2021 തികച്ചും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ് 2021 നമുക്ക് തുടങ്ങാൻ പറ്റിയത്. തുടങ്ങിക്കഴിഞ്ഞെങ്കിലും അതിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഈ 2021 ഭഗവത്ഗീതയുടെ മൂന്നാമത്തെ അധ്യായം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അത് വഴി നമുക്ക് ജീവിക്കാനും നമ്മുടെ ഓരോ ചുവടിലും നമ്മുടെ ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ അനുഗ്രഹവും സംരക്ഷണയും സാമീപ്യവും ഉണ്ടാകട്ടെ എന്നും നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബുദ്ധിയോഗത്തെ കുറിച്ചാണ്. ബുദ്ധിയോഗം, പിന്നെ ഒരാള് സ്ഥിതപ്രജ്ഞൻ എന്ന് ആരെ പറയും എന്നൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലോട്ട് പറയുന്നത് ബുദ്ധിയോഗത്തെ കുറിച്ചിട്ടാണ്. അത് മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് ബുദ്ധിയോഗം എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. അതായത് രണ്ടാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗം, ബുദ്ധിയോഗം, കർമ്മയോഗം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷെ അവിടെ ബുദ്ധിയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കൃഷ്ണ പിന്നെ എന്തിനാണ് എന്നെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ അർജുനൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ആക്ച്വലി കർമ്മ ആൻഡ് ജ്ഞാന ആർ ദ ടു സ്റ്റേജസ് ഓൺ ദ പാത്ത് ടു ട്രാൻസെൻഡന്റൽ കോൺഷ്യസ്നസ്. അപ്പം കർമ്മയോഗവും ജ്ഞാനയോഗവും അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക്, അതായത് ഭക്തിയുത സേവനത്തിലേക്കുള്ള ഒരു വഴിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ആർജിക്കുന്ന അറിവ് ഭക്തിയുത സേവനത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേടിയ കർമ്മജ്ഞാനവും കൊണ്ട് ഫലമില്ല എന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ അർജുനനോട് ഭഗവാൻ പറയുന്നു. അപ്പൊ അവിടെ വീണ്ടും നമ്മളിപ്പോ ഏകദേശം കഴിഞ്ഞ ആഴ്ച സുശീം പ്രഭു വായിച്ചു നിർത്തിയത് എത്രാമത്തെ ശ്ലോകം? 8ാമത്തെ ശ്ലോകമാണ് അല്ലേ? 8ാമത്തെ ശ്ലോകത്തിൽ അപ്പം 1 മുതൽ 9 വരെ അർജുനന്റെ ആശയക്കുഴപ്പത്തെ ഭഗവാൻ മാറ്റിയെടുക്കാനുള്ള ഒരു വിശദീകരണമാണ് കൊടുക്കുന്നത്. അതായത് കർമ്മം ചെയ്യുന്നത് ആ കർമ്മഫലത്തിൽ ഇച്ഛിച്ചിട്ടല്ല എന്നുണ്ടെങ്കിലും അതിനിപ്പോ ഒരു പരിപൂർണത വരുന്നില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയും. നീ ഒരു പക്ഷേ നീ ചെയ്യുന്ന കർത്തവ്യങ്ങൾ അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്രതിഫലങ്ങളെ ഇച്ഛിക്കാതെ ആയിരിക്കാം, കാമാസക്തി കൂടാതെ ആയിരിക്കാം, എങ്കിൽ പോലും അതിന് പരിപൂർണത ഉണ്ടാകില്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം ചെയ്യുന്ന കർമ്മങ്ങൾ പരിത്യാഗത്തിലൂടെ എന്ന് മാത്രമല്ല, അത് ഭഗവാൻ അർപ്പിച്ചിട്ട് ഭക്തിയുത സേവനത്തിലൂടെ വേണം എന്നുള്ളതാണ് ഈ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാൻ അർത്ഥമാക്കുന്നത്.
നമ്മൾ ഒരു മിനിറ്റ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നതാണ് പിന്നെ 10 മുതൽ 16 വരെയുള്ള ശ്ലോകം വരുന്നത്. ഇവിടെ അർജുനൻ ചോദിച്ചു, കർമ്മയോഗം പരിത്യാഗത്തിലൂടെ ഉണ്ടാകുന്ന, അതായത് ഫലങ്ങളൊന്നും ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മം വളരെ ശ്രേഷ്ഠമാണെങ്കിൽ കൃഷ്ണ നീ എന്തിനാണ് ബുദ്ധിയോഗം, ഈ ബുദ്ധിയോഗം കർമ്മ പ്രതിപ്രവർത്തനങ്ങൾ ഇല്ലാതെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ, പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫലയിച്ഛയില്ലാതെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം എന്ന് അങ്ങ് പറഞ്ഞു തരുന്നു. പിന്നെ എന്തിനാണ് എന്നെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ചോദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു. അതിന്റെ വിശദാംശം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ബുദ്ധിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധി? ആ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ ഫലം ഇച്ഛിക്കാതെ ഭക്തിയുത സേവനത്തിലൂടെ, അതായത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥമായ ബുദ്ധിയോഗം എന്ന് പറയുമ്പോൾ ഭക്തിയുത സേവനമാണ് ടോപ്പ് മോസ്റ്റ് യോഗ എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തുന്നു. അപ്പൊ നമ്മള് 3-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകത്തിലോട് നമുക്ക് പോകാം. ഇല്ലേ, 9 ഇനി വായിക്കണ്ടേ നമ്മള്? ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു 9 അല്ലേ? 9. ഓക്കെ. യജ്ഞാർക്കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനക തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. ആദ്യത്തെ ഭഗവത്ഗീത 3-ാമത്തെ അധ്യായത്തിന്റെ ഒരു പാർട്ട്, ഒരു സെക്ഷൻ കഴിയുകയാണ് ഈ 9-ാമത്തെ ശ്ലോകത്തിലൂടെ. എങ്കിലും നമുക്ക് പിന്നെ 10 മുതൽ 16 വരെ അടുത്തൊരു സെക്ഷനാണ്. അപ്പം അതിന്റെ ഇൻട്രഡക്ഷനായ 10ഉം കൂടെ നമുക്ക് വായിക്കുമ്പോൾ ആ 9 വരെയുള്ളതിന്റെ ഒരു അർത്ഥം ഒന്നുകൂടി നമുക്ക് മനസ്സിലാവും. യജ്ഞാർ കർമ്മണോ അന്യത്ര, അൺമ്യൂട്ട് ആക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യാം. യജ്ഞാർത്ഥാ കർമ്മണോ അന്യർത്ഥ, യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ, ലോകോ അയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ, തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര, മുക്തസംഗ സമാചര യജ്ഞാർ കർമ്മണോ അന്യത്ര, ലോകോ അയം കർമ്മബന്ധനഃ, തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദ കീ ജയ്. യജ്ഞത്തിനായിക്കൊണ്ട് വിഷ്ണുവിനായിക്കൊണ്ടുള്ള കർമ്മണഃ കർമ്മത്തിൽ നിന്ന് അന്യത്ര വേറെയുള്ള അയം ലോകഃ ഈ ലോകം കർമ്മബന്ധനഃ കർമ്മബന്ധിതമാകുന്നു. കൗന്ദേയ ഹേ കൗന്ദേയ മുക്തസംഗ സംഘം ത്യജിച്ചിട്ട് തത് അർത്ഥം വിഷ്ണുവിനായിക്കൊണ്ട് കർമ്മത്തെ സമാചര അനുഷ്ഠിക്കുക. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും മുക്തനായിരിക്കാം. യജ്ഞാർത്ഥാ കർമ്മണോ അന്യത്ര,
कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंग समाचर जयप्रकाश यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर राजू രാജു സൗണ്ട് കുറവാണ് കേട്ടോ. कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञात् कर्मणो अन्यत्र लोक अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर അന്തന വന്നിട്ട് പോയോ? ചേച്ചി വന്നിട്ട് പോയോ? ഓക്കെ. വിസ്മയ यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय राजमोहन जी यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थो कर्मणो अन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर വെരി ഗുഡ്. ചേട്ടാ പ്രഹ്ലാദൻ ചേട്ടൻ. यज्ञार्थात् कर्मणोऽन्यत्र लोकोऽयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर സിമി. Hare Krishna, Happy New Year. ഹാപ്പി ന്യൂ ഇയർ. ഹരേ കൃഷ്ണ. यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः तदर्थं कर्म कौन्तेय मुक्तसंगसमाचर. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. സുശീം പ്രഭു ഒരുപാട് എനിക്ക് തോന്നുന്ന ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. നിവേദ് എടുത്തിരുന്നോ? ഹരേ കൃഷ്ണ. यज्ञार्थात् कर्मणो अन्यत्र लोको अयं कर्म बन्धनः
तदर्थं कर्म कौन्तेय मुक्तसंगा समाचर. ഘനശ്യാം ശ്ലോകം ചാപ്റ്റർ നമ്പർ 3 ശ്ലോകം നമ്പർ 9 മൂന്നാമത്തെ അധ്യായത്തില് 9ാമത്തെ ശ്ലോകം എടുത്തോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എടുത്തായിരുന്നോ? ഇല്ല, ഇപ്പൊ എടുത്തതേ ഉള്ളു. ഓക്കെ, എടുത്തു വെക്കുക. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നൊന്നും ബന്ധമുക്തമായിരിക്കും. അപ്പം ഭയങ്കര ഒരു ഫിലോസഫി അർജുനൻ കേട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫിലോസഫി എല്ലാം കേട്ടിട്ട് ബുദ്ധിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം ഇതെല്ലാം കേട്ടിട്ട് അർജുനൻ പറയുകയാണ്, ഈ കർമ്മയോഗത്തെക്കാൾ ജ്ഞാനയോഗത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയോഗം എങ്കിൽ കൃഷ്ണ, നീ എന്നെ എന്തിനാണ് ഇത്തരം മ്ലേച്ഛമായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്? മ്ലേച്ഛമെന്നാണ് അർജുനൻ വിശേഷിപ്പിച്ചത്. കർമ്മ പരിത്യാഗം ചെയ്തിട്ടാണെങ്കിൽ കൂടിയും, കർമ്മം പരിത്യാഗത്തിലൂടെ ആണെങ്കിൽ പോലും കൃഷ്ണ ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും നീ എന്നെ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ചോദിക്കുന്നത്. അതിന്റെ എല്ലാം ഉത്തരം ഭഗവാൻ ഈ 1 മുതൽ 9 വരെയുള്ള ശ്ലോകത്തിലൂടെ പറയുകയാണ്. ഈ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭക്തിയുത സേവനത്തിലേക്കുള്ള വഴിയാണ്. ഭക്തിയുത സേവനത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ കൂടാതെ ആണെങ്കിൽ പോലും, ഫലം ഇച്ഛിക്കാതെ ആണെങ്കിൽ പോലും അതിന് പരിപൂർണത കിട്ടില്ല. അതും കർമ്മബന്ധനത്തിൽ പെടുന്നതാണെന്ന്. നമ്മൾ ഒരു ഫലവും ഇച്ഛിക്കണ്ട, പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷന്റെ സർക്കിളിൽ നമ്മൾ പെട്ടിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പം ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. കനശം എടുത്തോ? എടുത്തു. വായിച്ചു. യജ്ഞാർഥാത് കർമ്മണോ നത്യ ലോകായം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചരഃ. ഭാവാർത്ഥം രാജു ഉണ്ടോ അവിടെ? ഭാവാർത്ഥം വായിക്കാൻ. അച്ഛാ വിളിക്കുന്നു. വായിച്ചോളൂ, ഭാവാർത്ഥം വായിച്ചോളൂ. ശരീരത്തെ ശബ്ദം വളരെ കുറവാണ്. കഴിഞ്ഞ ആഴ്ചയും ഞാനത് ഒബ്സർവ് ചെയ്തു. എന്തോ ഒരു മൈക്കിനൊരു ചെറിയൊരു പൊസിഷൻ പ്രശ്നം, ബാലൻസിങ്. ഭാവാർത്ഥം: ശരീരത്തെ നിലനിർത്തുന്നതിന് പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് ഓരോരുത്തരുടെയും സാമൂഹികമായ സ്ഥിതിയും ഗുണവുമനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത്. യജ്ഞമെന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം. എല്ലാ യജ്ഞാതരങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്കു വേണ്ടിയാണ്. യജ്ഞോ വവിഷ്ണു എന്ന് വേദോക്തിയുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നത് പോലെ കൃഷ്ണാബോധം യജ്ഞാനുഷ്ഠാനമാണ്. വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. വർണ്ണാശ്രമ ആചാരവത പുരുഷേണ പരാ പുമാൻ വിഷ്ണു ആരാധ്യതേ 8.8 എന്ന് പ്രമാണം. വിഷ്ണു പ്രീതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള ഏത് പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബന്ധ കാരണമായി തീരും. എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ. ഏതുതരം പ്രതികരണവും
കർത്താവിനെ ബന്ധനത്തിൽപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ കൃഷ്ണ പ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാഭാവത്തോടെ വേണം ഏത് കർമ്മവും നിർവഹിക്കാൻ. അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് കർമ്മം ചെയ്യുന്നതിന്റെ ഉത്കൃഷ്ടമായ കല. തുടക്കത്തിൽ ഈ പദ്ധതിക്ക് അതിവിദഗ്ധമായൊരു ശിക്ഷണം ആവശ്യമാണ്. നല്ലൊരു കൃഷ്ണ ഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിന് കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണ് ഇത്. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയ സുഖ പൂർത്തിക്കായല്ല, കൃഷ്ണ പ്രീതിക്കായി കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർമ്മഫലത്തിൽ നിന്ന് മുക്തി നേടാമെന്ന് മാത്രമല്ല, ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനെ ഉയരുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് ദൈവ സാമ്രാജ്യം പുൽകാൻ കഴിയൂ. നമ്മൾ ഏകദേശം മനസ്സിലായി. കർമ്മബന്ധങ്ങളിൽ, അതായത് കർമ്മബന്ധനങ്ങളിൽ നിന്ന് പുറത്തുപോയ, അതായത് കർമ്മബന്ധനങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ലോകമാണ് ഗോലോക വൃന്ദാവനം. ഈ ഗോലോക വൃന്ദാവനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ, യാതൊരുവൻ ഭൂമിയിൽ ജനിച്ചു, ആ ജനിച്ച അവന് കർമ്മബന്ധനങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് അവന് കാർമിക് റിയാക്ഷൻ അവനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കാർമിക് റിയാക്ഷൻ ഇല്ലാത്ത ഒരു ലോകത്തേക്ക് എങ്ങനെ പോകാൻ പറ്റും? ഉത്തരം സിമ്പിളാണ്. അപ്പം ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഭൗതികതയിലെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തനാവണം. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തനാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ലാഭവും നഷ്ടവും വരുന്നത്. നമുക്ക് ഉണ്ടാകുന്ന ലാഭങ്ങൾ, നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, അത് നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ഈ പ്രതിഫലനങ്ങളിൽ നിന്ന് മുക്തിയായെങ്കിൽ മാത്രമേ ഇതില്ലാത്ത ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതൊരു ലോകത്തിനും അവിടെ പ്രവേശിക്കുന്നതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം അങ്ങനെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കാതിരിക്കുകയുള്ളൂ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പൂർവജന്മത്തിന്റെയോ അല്ലെങ്കിൽ ഈ ജന്മത്തിലെയോ കർമ്മങ്ങളുടെ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യണം, യജ്ഞപുരുഷന് ചെയ്യണം. ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? യജ്ഞോ വൈ വിഷ്ണു, അല്ലെങ്കിൽ വർണ്ണ ആശ്രമ ആചരവത പുരുഷേ പരപുമാൻ വിഷ്ണു ആരാധ്യതേ. ഒന്നും കൂടെ സിമ്പിളായിട്ട് ഭാഗവത്തിൽ അത് വീണ്ടും സിംപ്ലിഫൈ ആയിട്ട് പറയുന്നുണ്ട്. ആരാധനാനാം സർവേഷ്ണാം വിഷ്ണോർ ആരാധനം പരം. ആരാധിക്കപ്പെടേണ്ടവരിൽ ഏറ്റവും ടോപ്പാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് യജ്ഞപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ. ശ്രീമദ് ഭാഗവത്തിലെ 7ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായത്തില് 31ാമത്തെ ശ്ലോകമാണ് ഇത് പറഞ്ഞത്. ആരാധനാനാം സർവേഷാം വിഷ്ണോർ ആരാധന പരം. അപ്പൊ അവിടെ അങ്ങനെ യജ്ഞപുരുഷനായ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് അതിൻ്റെ ലാഭവും നഷ്ടവും നമ്മളെ ബാധിക്കുകയില്ല. അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ ആയിട്ട് അടുത്ത ശ്ലോകവും കൂടെ നമുക്ക് വായിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ എങ്ങനെയാണ് ബുദ്ധിയോഗം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ് അർജുനനോട് പറയുന്നത്. ഭഗവത്ഗീതയിലെ 3ാമത്തെ അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗമാണ് അധ്യായത്തിന്റെ പേര്. ഈ കർമ്മയോഗം എങ്ങനെയാണ് കൃത്യമായി ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ അർജുനനോട് നമുക്ക് വേണ്ടിയിട്ട് ഉപദേശിക്കുന്നത്.
10 സഹ യജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷ വോ അസ്തിഷ്ട കാമതുക്. സഹ യജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവശ്യധ്വമേഷ അനേന പ്രസവിധ്വമേഷ ഓ അസ്തിഷ്ട കാമതുക് അല്ലേ? അനേന പ്രസവിഷ്യധ്വം ഏഷ. അടുത്ത ലൈനിൽ മതി. അടുത്ത ലൈനിൽ മതി. അനേന പ്രസവിഷ്യധ്വം സെക്കൻഡ് ലൈന് അനേന പ്രസവിഷ്യധ്വം. പ്രഭു. ഓക്കെ. അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുക് സഹ യജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുക്. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദയ്ക്ക്. പുരാ പണ്ട് സഹയജ്ഞ യജ്ഞങ്ങളോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി ഉവാച പറഞ്ഞു അനേന ഇതുകൊണ്ട് പ്രസവിഷ്യധ്വം നിങ്ങൾ വർദ്ധിക്കണം. ഏഷ ഇത് വാ നിങ്ങൾക്ക് ഇഷ്ടകാമതുക്ക് അഭീഷ്ടങ്ങളെ തരുന്നതായി അസ്തു ഭവിക്കട്ടെ. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദയ്ക്ക് ജയ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉത്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു. ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോ അസ്തിഷ്ഠ കാമതുക്. ജയപ്രകാശ്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുക്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വാ ഏഷവോസ്തിഷ്ഠ കാമതുക്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമതുക്. ചേട്ടാ പ്രളാൻ ചേട്ടാ. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം യേശവോ അസ്തിഷ്ഠ കാമതുക്. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതിഃ അനേന പ്രവിശ്യത്വം യേശവോ അസ്തിഷ്ഠ കാമതുക്. വിപിൻ പ്രഭു. സംഭവിച്ചു. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം
एषवो सृष्ट्वा कामधुग् सः यज्ञ प्रजा सृष्ट्वा पुरोवोच प्रजापतिः अनेन प्रसविश्वद्वम् एषवो स्विष्ट कामधुक् सः यज्ञ प्रजा सृष्ट्वा प्रोवच पुरोवाच प्रजापतिः अनेन प्रसविष्यद्वम् एषवो अष्टकामधुक् सह यज्ञा प्रजा सृष्टा पुरोवाच प्रजापति अनेन प्रसविष्यध्वमेषा वो अस्त्विष्टा कामधुग् सह यज्ञा प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यद्वमेषवो अस्त्विष्टा कामधुक् नन्नु हरे कृष्ण सः यज्ञ प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यद्वम् एषवो अस्त्विष्ट कामधुक् ഒന്നുകൂടെ വായിക്കുക. കേൾക്കുന്നില്ല. ഇത് മാറിയോ? ഡിവൈസ് മാറിയിട്ടുണ്ടോ? ഇപ്പൊ സൂപ്പർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആ സൂപ്പർ. ഞങ്ങൾ ഊഹിച്ച് കേട്ടതാണ്. ഓക്കെ നന്നു, ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു ഞാൻ വായിച്ചത് കേട്ടിരുന്നോ? ഫസ്റ്റ് സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. കേട്ടില്ലേ പ്രഭു? ഊഹത്തിൽ ഞങ്ങളെ ഗസ് ചെയ്തെടുത്തതാണ് എന്താണ് വായിച്ചെന്നുള്ളത്. ഒന്നുകൂടെ വായിക്കാം. ഓക്കെ. सह यज्ञा प्रजा सृष्टा पुरोवाच प्रजापतिः अनेन प्रसविष्यद्वम् एषवोस्तिष्ठ कामधुक्. हरे कृष्ण. ओके. सह यज्ञा प्रजा सृष्टो पुरोवाच प्रजापति अनेन प्रसविष्यद्वम् एषवो अस्तिष्ठ कामधुक्. वेरी गुड. हरे कृष्ण. निवेश द मास्टर. सः यज्ञ प्रजा सृष्ट्वा पुरोवाच प्रजापति अनेन प्रसविष्यद्वम् एषवो अस्त्विष्ट कामधुक्. हरे कृष्ण. सिमि वाയിച്ചിരുന്നു? ഇല്ല. സിമി. सह यज्ञ प्रजा सृष्टा पुरोवाच प्रजापतिः अनेन प्रसविष्यद्वम् एषवो अस्तिष्ठ कामधुक्. हरे कृष्ण. सुशीम प्रभु उണ്ടോ? ഒന്നോ? हरे कृष्ण. घनश्याम. सह यज्ञा प्रजा सृष्टा पुरोवाच प्रजापति अनेन प्रसविष्यद्वमेषवो अस्तिष्ठ कामधुक्. हरे कृष्ण. घनश्याम. सह यज्ञ प्रजा सृष्ट्वा पुरोवाच प्रजापतिः अनेन प्रसविष्यद्वमेषवो अस्तिष्ठ कामधुक्. हरे कृष्ण. പ്രഭു ഘനശ്യാമിന്റെ കൂടെ പാടിയ ആരാ? ഘനശ്യാമിന്റെ കൂടെ പാടിയത് അനഘശ്രീ.
സിസ്റ്ററിന്റെ കുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വീട്ടിലുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ സഹയജ്ഞ നമുക്ക് ഒരുമിച്ച് വായിക്കാം 2 ശ്ലോകവും കൂടെ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മ ബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രതിവിശ്വധ്വം യേശവോ അസ്തിഷ്ഠ കാമധുക്. ഹരേ കൃഷ്ണ. ഇതിന്റെ ഭാവാർത്ഥം പ്രഹ്ലാദൻ ചേട്ടൻ പോയോ? പോകുന്ന ആൾക്കാരെ വിളിക്കുന്നതല്ലേ. ഹരേ കൃഷ്ണ. എത്തി ചേട്ടാ, അതാ വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ഈശ്വരധാമത്തിൽ തിരിച്ചെത്താൻ ഒരവസരം നൽകുകയാണ്. ഭൗതിക സ്വർഗത്തിലൂടെ സൃഷ്ടാവ് വിഷ്ണു ചെയ്തത് ഭഗവാൻ വിഷ്ണു കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയത് കൊണ്ട് ഭൗതിക പരിമിതികളിൽ പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളെല്ലാം. വൈദിക സിദ്ധാന്തങ്ങൾ ഈ സനാതന ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെ വേദൈച്ച സർവൈരഹമേവ വേദ്യ. ഭഗവാനെ അറിയലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ഒരു മിനിറ്റ്. ഇത് ഏത് ശ്ലോകമാ? 9ാമത്തെ 10ാമത്തെ. ഇപ്പൊ വായിച്ച ശ്ലോകം കുട്ടികൾ പറയട്ടെ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ. സോറി, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഹരേ കൃഷ്ണ. ചേട്ടാ കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. പതിം വിശ്വസ്തമേശ്വരം വിശ്വാസമേശ്വര്യം എന്ന് വേദസൂക്തം ജീവജാലങ്ങളുടെ നാഥൻ വിഷ്ണു ഭഗവാൻ തന്നെ. ഭാഗവതത്തിൽ 2:4-20 ശീല ശുകദേവ ഗോസ്വാമിയും ഭഗവാനെ പതി എന്നാണ് വിവരിക്കുന്നത്. ശ്രീയാപതിർ യജ്ഞപതിഃ പ്രജാപതിർ തീയാം പതിർ ലോകപതിർ ധരാപതിഃ പതിർ ഗതിച്ഛാന്നക വൃഷ്ണിസാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സതാം പതിഃ. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. സർവ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ സൗന്ദര്യങ്ങളുടെയും നാഥനും സർവരക്ഷകനും അദ്ദേഹമത്രേ. വിഷ്ണുപ്രീതിക്ക് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായി ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാനും കഴിയും. ഇതാണ് ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി. യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ഈ ആത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു. എല്ലാവിധത്തിലും ദിവ്യതയുള്ളവരായി തീരുന്നു. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം അഥവാ ദൈവനാമോച്ചാരണമാണ് ദേവോപദിഷ്ടമായിട്ടുള്ളത്. ഈ യുഗത്തിലെ ജനകോടികളുടെ മോചനത്തിനു വേണ്ടി ഈ ദിവ്യമായ പദ്ധതി ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിക്കുകയും ചെയ്തു. സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും ഒത്തുപോകുന്നതാണ്. ഭക്തിയുടെ മൂർത്തിമ ഭാവമായ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അഥവാ കൃഷ്ണനെ കുറിച്ച് ഭാഗവതത്തിൽ സങ്കീർത്തന യജ്ഞത്തെ പറ്റിയുള്ള വിശേഷ സൂചനകളോടെ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗ
സഹസ്രപാദർശതം സങ്കീർത്തന സങ്കീർത്തന സുമേധസഹ. കലിയുഗത്തിൽ സുമേധസ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. വൈദിക സാഹിത്യത്തിൽ വിവരിക്കുന്ന മറ്റു യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കലികാലത്തെ എളുപ്പമുള്ളതല്ല. എന്നാൽ സങ്കീർത്തന യജ്ഞം ഭഗവത്ഗീതയിൽ 9:14 പറഞ്ഞിരിക്കുന്നത് പോലെ ലളിതവും എന്തുകൊണ്ടും ഉദാത്തവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ട് പറയുന്നു. നേരത്തെ പറഞ്ഞു ആരാധനാനാം സർവേഷ്ണാം വിഷ്ണോർ ആരാധനം പരം. ആരാധകന്മാരിൽ, ആരാധന ചെയ്യപ്പെടേണ്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിൽക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന്. അപ്പൊ ഇവിടെ പറയുന്നു 3 വാക്കുകളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. സേവ്യ, സേവ, സേവക. സേവ്യ, സേവ, സേവക. സേവ്യ, സേവിക്കപ്പെടേണ്ടവൻ. സേവ, നമ്മുടെ ഭക്തിയുത സേവനം. സേവക, നമ്മൾ ജീവാത്മാക്കൾ. അപ്പം ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ജീവാത്മാവിനെ സൃഷ്ടിച്ചത് ഈ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ സാമ്രാജ്യത്തില് ആ ലോകത്തേക്ക് വീണ്ടും എത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മറന്നു കഴിയുമ്പോഴാണ് ജീവിതത്തിലെ കർമ്മ പ്രതിപ്രവർത്തനങ്ങളിൽ പെട്ടിട്ട് നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നു. സുഖം അനുഭവിക്കുമ്പോൾ അതിനൊരു ദുഃഖവുമുണ്ട്. ദുഃഖം അനുഭവിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത് കൃഷ്ണ നിർബന്ധേ കൃഷ്ണ സംബന്ധേ. കൃഷ്ണ നോട്ട് ചെയ്ത് നോക്കുക. കൃഷ്ണ നിർബന്ധേ കൃഷ്ണ സംബന്ധേ. ഭഗവാൻ കൃഷ്ണനെ നിർബന്ധമായും നമ്മൾ സേവിക്കണം. എല്ലാ പ്രവർത്തനങ്ങളും കൃഷ്ണ സംബന്ധേ, കൃഷ്ണനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പം കൃഷ്ണ നിർബന്ധേ കൃഷ്ണ സംബന്ധേ. അപ്പൊ അവിടെ വരുമ്പോഴാണ് സേവ്യ, സേവിക്കപ്പെടേണ്ടവൻ. ആരാണ് സേവിക്കപ്പെടേണ്ടത്? യജ്ഞപുരുഷൻ. അതായത് യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ വിഷ്ണു. നമ്മളെ വെളിപ്പെട്ട ശാസ്ത്രങ്ങൾ 3 രാമായണം, ഭാഗവതം, മഹാഭാരതം അഥവാ ഭഗവത്ഗീത. ഈ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന ആചാര്യന്മാരെ മാത്രമേ അംഗീകരിക്കാവൂ. മറ്റ് നമുക്ക് മനസ്സിലാവാൻ പ്രയാസമുള്ള പുരാണങ്ങളും വേദങ്ങളുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വിളമ്പുന്നവര് ഓരോ പ്ലാറ്റ്ഫോമിനും അനുസരിച്ചിട്ട് അവർ വാക്കുകൾ മാറ്റാറുണ്ട്. ശ്രദ്ധിച്ചോണം. ഒരേ വ്യക്തി ഏത് പ്ലാറ്റ്ഫോമിലാണോ ചെന്ന് നിൽക്കുന്നത് അവിടുത്തെ ആളുകൾക്കനുസരിച്ചിട്ട് സംസാരിക്കും. ഇതേ വ്യക്തി തന്നെ മറ്റൊരു സ്റ്റേജിൽ പോകുമ്പോൾ ആ സ്റ്റേജിലെ ആളുകൾക്കനുസരിച്ചിട്ട് സംസാരിക്കും. അപ്പം ഇത് രണ്ടും ഒരേ ആൾ കേൾക്കുകയാണെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്മെന്റിൽ വരും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ആരെയാണ് ആരാധിക്കേണ്ടത്? ഇപ്പൊ വെളിപ്പെട്ട ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. 1 രാമായണം, 2 ശ്രീമദ് മഹാഭാഗവതം, 3 മഹാഭാരതം അഥവാ ഭഗവത്ഗീത. ഈ 3 വെളിപ്പെട്ട ശാസ്ത്രങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിവുള്ള ആചാര്യന്മാരിൽ നിന്ന് മാത്രമേ നമ്മൾ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാകും. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ആരാധിക്കേണ്ടത് നമുക്കറിയാതെ വരും. വീണ്ടും നമ്മൾ ഈ ഭൗതിക ജീവിതത്തിലെ പ്രയാസങ്ങളിൽപ്പെട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. പ്രയാസത്തിലൂടെ മരിക്കേണ്ടി വരും. അതായത്
ദീനരോധനത്തിലൂടെ നമ്മൾ അവസാന കാലം സഹിക്കേണ്ടി വരും. നമ്മുടെ യഥാർത്ഥമായ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന സമയം ദീനരോധനം ഇല്ലാതാവുക എന്നുള്ളതാണ്. മനസമാധാനത്തോടെ നല്ല ശ്വാസത്തോടെ നമ്മൾ പോവുക എന്നുള്ളതാണ്. അപ്പൊ നല്ല ശ്വാസത്തോടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മ പ്രതിപ്രവർത്തനത്തിൽ നിന്ന് മുക്തനാകണം. അതുപോലെ നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാവണം. അതിനുള്ള പടിയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യജ്ഞപുരുഷനായ വിഷ്ണുവിന് വേണ്ടി സമർപ്പിച്ച് ചെയ്യുക. അതാണ് ഭാഗവതം പറയുന്നത്. ശ്രീയാപതിർ യജ്ഞപതി പ്രജാപതിർ ത്രിയാമ്പതിർ ലോകപതിർ ധരാപതി പതിർഗതിച്ഛാന്തക വിഷ്ണു സാത്വതാം പ്രസീതതാം മേ ഭഗവൻ സദാംപതി. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. സർവ്വ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ്വസൗന്ദര്യങ്ങളുടെയും നാഥനും സർവരക്ഷകനും അദ്ദേഹമാണ്. പിന്നെ വീണ്ടും പറയുന്നുണ്ട് ശ്രീയാമ്പതി. എന്താണ് ശ്രീയാമ്പതി? ശ്രീയാമ്പതി എന്താണ്? മ്യൂട്ടാണ്. ലക്ഷ്മിപതി. ലക്ഷ്മിപതി. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെ നാഥയാണ്. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഐശ്വര്യം തരുന്നവളാണ് ലക്ഷ്മി ദേവി. ഈ ലക്ഷ്മി ദേവിയുടെ നാഥൻ അതാണ് ശ്രീയാംപതി. നമ്മൾ സേവിക്കേണ്ടത് ലക്ഷ്മിപതിയെയാണ്. ഈ ഐശ്വര്യം നമുക്ക് തരുന്ന ലക്ഷ്മി ദേവിയുടെ നാഥനെ, ഭർത്താവിനെയാണ് നമ്മൾ സേവിക്കേണ്ടത്. വളരെ കൃത്യമാണ് നമ്മുടെ ശാസ്ത്രം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ, പ്രവൃത്തികളെ, അതിന്റെ റൂട്ട്, അതിന്റെ സ്ട്രക്ചർ മാറ്റി പിടിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ്, ആ പ്രവൃത്തി നിർത്തണ്ട. നിങ്ങൾ ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികൾ നിർത്തണ്ട. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് നിർത്തണ്ട. പക്ഷേ അതിന്റെ സ്ട്രക്ചർ മാറണം. എന്താണ് സ്ട്രക്ചർ മാറേണ്ടത്? ഇന്ന് നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മേലധികാരിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ, ആ ഒരു സ്ട്രക്ചർ മാറ്റിയിട്ട് ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, ഞാൻ ഈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം പ്രതിഫലം ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു, ഇതൊരു യജ്ഞമായിട്ട് ഭഗവാനെ സ്വീകരിക്കണം, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും യജ്ഞമായിട്ട് സ്വീകരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ നമ്മുടെ കുടുംബത്തിലെ നാഥകൾ, കുടുംബനാഥകൾ, അതായത് അവിടുത്തെ സ്ത്രീകൾ കുളിച്ച് സന്ധ്യാവന്ദനം കഴിഞ്ഞ്, അതായത് തിലകം തൊട്ടിട്ട് വേണം, അതായത് ശരീരം ശുദ്ധിയാക്കണം. ആദ്യമേ ഈ ശരീരം ക്ഷേത്രമാണെന്ന് നമ്മൾ അറിയണം. ഈ ക്ഷേത്രത്തെ ശുദ്ധിയാക്കിയിട്ട് ഈശ്വര അധീനം, ഈശ്വരാംശം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നമ്മൾ ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രവർത്തികളിലേക്ക് പോകാൻ. ഇത് ആദ്യത്തെ പടിയായി. തീർച്ചയായിട്ടും നമ്മൾ അടുക്കളയിലേക്കായിരിക്കും പ്രവേശിക്കുന്നത്. നമ്മൾ ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ രാവിലത്തെ പാലോ ചായയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്രവേശിക്കുന്നത്. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റൗ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അഗ്നിയെയാണ്. ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ് അഗ്നി. അതുകൊണ്ടാണ് അഗ്നിദേവനെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ വിവാഹം ചെയ്യുന്നത്. അപ്പം ഈ അഗ്നിയെ സാക്ഷ്യപ്പെടുത്തി നമ്മൾ ജലം നമ്മൾ ആ അഗ്നിക്ക് മുകളിൽ വെക്കുമ്പോൾ അവിടെ ഒരു യജ്ഞം ആരംഭിക്കുകയായി. ഈ യജ്ഞത്തിലേക്ക് ഇടുന്ന ഹവിസ് എന്ന് പറയുന്നത് ഈ അരിയാണ്. ഈ അരിയെ നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിതി നാമിനെ
നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ. കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരദിശേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ എന്നുച്ചരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുച്ചരിച്ചുകൊണ്ടോ ഒരു 3 പിടി അരി ആദ്യം അതിലിടുകയും പിന്നീട് നമ്മൾ പാകം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് യജ്ഞമായി, ഭഗവാനുള്ള യജ്ഞമായി. ആ യജ്ഞഫലത്തെ നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ, നമ്മൾ നിവേദിക്കുമ്പോൾ നമ്മൾ ഭഗവാന് യജ്ഞം ചെയ്തു. ഈ കലിയുഗത്തില് ഇതാണ് യഥാർത്ഥത്തിലുള്ള യജ്ഞം. യജ്ഞം സമർപ്പിക്കുമ്പോൾ നിവേദ്യം സമർപ്പിച്ചിട്ട് യജ്ഞശിഷ്ടാർത്ഥിതം, ആ യജ്ഞശിഷ്ടം, ഭഗവാന് അർപ്പിച്ച ആ യജ്ഞശിഷ്ടം, ആ നിവേദ്യശിഷ്ടം നമ്മൾ ഭുജിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകും. നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടും. ഈ ഒരു ഓർഡറിൽ നമ്മളുടെ ജീവിതത്തിനെ നമ്മൾ ക്രമപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റും. ഇത് എഴുതി തരാൻ പറ്റുന്ന ഒരു ഉറപ്പാണ്. കൃത്യമായിട്ട് ഇന്നത്തെ ഡേറ്റിൽ, ഇന്നത്തെ തീയതിയിൽ അടിവരയിട്ട് എഴുതി വെക്കുക. എനിക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുകൂടി എഴുതി ചേർക്കുക. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എന്റെ ശരീരത്തിന്റെ 9 ഭാഗങ്ങളിലും തിലകം ധരിച്ചിട്ട്, 9 അല്ല 16 തിലകം ധരിച്ചിട്ട് ഞാൻ എന്റെ ശരീരത്തെ ഈശ്വര ചൈതന്യമാക്കിക്കൊണ്ട് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ ഈ യജ്ഞം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം നമ്മുടെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒരിക്കലും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ജീവിതകാലം മൊത്തവും പ്രയാസപ്പെടണം എന്നുള്ളത്. ഒരിക്കലും ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്. പ്രഹ്ലാദന്റെ അച്ഛൻ ഹിരണ്യാക്ഷൻ മടിയിലിട്ട് ആ നരസിംഹാവതാരത്തിൽ ചെറിയൊരു നഖം കൊണ്ടാണ് വലിച്ചു കീറിയത്. ഇതേപോലെ ഒരു വലിച്ചു കീറല് മധുരാപുരിയിൽ ഭഗവാൻ പ്രവേശിക്കുമ്പോൾ നടന്നിട്ടുണ്ട്. അറിയാമോ? അറിയാമോ കഥ? ഹരേ കൃഷ്ണ. ഇല്ല പ്രഭു, കേട്ടോളാം. അക്രൂരൻ വന്ന് കംസന്റെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അതറിയാമല്ലോ. അക്രൂരനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അക്രൂരന് അറിയാം ഇത് നല്ലതിന് വേണ്ടിയിട്ടല്ല, എന്തായി കഴിഞ്ഞാലും ഭഗവാനെ ദർശിച്ച് മരണമടയല്ലേ നല്ലത് എന്ന് ഉദ്ദേശിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോവുകയും ഭഗവാന്റെ അടുത്ത് പറയുകയും ചെയ്യും. അപ്പം കൃഷ്ണനെ വിളിച്ചുകൊണ്ട് പോകുമ്പം ഗോപികമാരെല്ലാം ദേഷ്യപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ഇവൻ അക്രൂരനല്ല, വെറും ക്രൂരനാണെന്നൊക്കെ പറയും. തേരൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് അക്രൂരനെ ഇടിക്കും തൊഴിക്കുകയൊക്കെ ചെയ്യും. കൃഷ്ണൻ ഒരു വിധത്തിലാണ് അക്രൂരനെ രക്ഷപ്പെടുന്നത് പറയും. ഇത് രാജപ്രതിനിധിയാണ്, ഇതൊരു മെസ്സഞ്ചറാണ്. ആ മെസ്സഞ്ചറിനെ ഉപദ്രവിക്കുക എന്നുള്ളത് ധർമ്മമല്ല എന്ന് പറഞ്ഞിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അക്രൂരനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പോകും. ഇവിടെ പോയിട്ട് അപ്പോഴാണ് കുവലയ പീഠത്തിലേക്ക് കൊല്ലുന്നത്. ഒരു ദിവസം അപ്പം ആ കംസന്റെ രാജ്യം മൊത്തം, മധുരാപുരി മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഭഗവാൻ.
ഇപ്പൊ ഒരു അലക്കുകാരനെ കാണും. അലക്കുകാരൻ നല്ല അലക്കായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലക്കിയ വസ്ത്രങ്ങളുമായിട്ട് വരുമ്പം കൃഷ്ണൻ ബലരാമനും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കൃഷ്ണൻ ചോദിക്കും, ഈ അലക്കിയ വസ്ത്രങ്ങൾ ആർക്കാണെന്ന് ചോദിക്കും. അപ്പം പറയും, അത് ഞങ്ങളുടെ രാജാവിനുള്ളതാണ്, കംസനുള്ളതാണെന്ന് പറയും. രാജാവൊക്കെ അവിടെ നിൽക്കും, ആ വസ്ത്രങ്ങൾ ഇങ്ങ് തരൂ, ഞങ്ങളൊന്ന് ഇടട്ടെ എന്ന് പറയും. അപ്പൊ അലക്കുകാരൻ ദേഷ്യപ്പെടും, നിങ്ങൾ രണ്ട് വെറും ശിശുക്കൾ, എങ്ങനെ പറയാൻ തോന്നി ഈ മധുരാപുരിയിലെ രാജാവായ കംസന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ അലക്കിയ വസ്ത്രങ്ങൾ ഇടണം എന്നുള്ളത് എങ്ങനെ പറയാൻ തോന്നി? കംസന്റെ ചെവിയിൽ എത്തണ്ട, നിങ്ങളെ പിടിച്ച് കൊന്നുകളയുമെന്ന് പറയും. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് നഖം കൊണ്ട് ആ അലക്കുകാരന്റെ തലയിൽ കോറി, തല പിളർന്ന് തലയെ കട്ട് ചെയ്ത് പിടിച്ച് ഛേദിച്ചിട്ട് മാറ്റിയെടുത്ത് എറിയും. കൃഷ്ണൻ എടുത്ത് എറിഞ്ഞിട്ട് ഈ അലക്കിയ വസ്ത്രങ്ങൾ കൃഷ്ണനും ബലരാമനും ഇടും. ബാക്കിയുള്ള വസ്ത്രങ്ങൾ അവിടെ കൂടിയിരുന്ന് കൃഷ്ണന്റെ കൂടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എടുത്തു കൊടുക്കും, ധരിച്ചോളാൻ പറയും. അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഒരു കീറല് അവിടെ നടന്നു. അതേസമയം തന്നെ ഒരു കൂനിയായ സ്ത്രീ മധുരലേപനങ്ങൾ കൊണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് കംസന്റെ രാജധാനിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിവിശിഷ്ടമായ സുഗന്ധ ലേപനങ്ങൾ, മൈലുകളോളം അകലത്തില് ആ സുഗന്ധം അവിടെ എല്ലാം വ്യാപിച്ചു. കൃഷ്ണൻ ചോദിച്ചു, ഇത്രയധികം നല്ല സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് കംസരാജാവിനുള്ളതാണ്, ഞാനാണ് അദ്ദേഹത്തിന് എന്നും സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് എന്ന് പറയുന്നു. ഓ, അങ്ങാണോ ഈ ഭവതിയാണോ ഈ സുഗന്ധ ലേപനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കും. പറയും, അതെ, ഇതെല്ലാം എനിക്ക് തരുമോ? കൃഷ്ണൻ വളരെ നിഷ്കളങ്കമായിട്ടാണ് ചോദിക്കുന്നത്. സുന്ദരി, നീ എത്ര സുന്ദരിയായിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പം ആ കൂനിയായ വൃദ്ധയായ സ്ത്രീ പറയും, ഇത്രയും സൗന്ദര്യമുള്ള ഒരു യുവാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സ് പറയുന്നു, ഈ സുഗന്ധ ലേപനങ്ങളെല്ലാം അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തു കൊടുക്കും. കംസൻ ശിക്ഷിക്കുമെന്നോ ഇത് രാജാവിനുള്ളതാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ ചോദിക്കും, കൃഷ്ണ, നീ എന്നെ കളിയാക്കിയതല്ലേ എന്നെ സുന്ദരി എന്ന് വിളിച്ചതെന്ന് ചോദിക്കും. കൃഷ്ണൻ ചിരിക്കും. ഈ സുഗന്ധലേപനങ്ങളെല്ലാം അന്നേരം തന്നെ കൃഷ്ണൻ ശരീരത്തെല്ലാം വാരിപ്പൂശി ബലരാമനും കൊടുത്ത് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് കൃഷ്ണൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ആ വൃദ്ധയായ കൂനിയായ യുവതിയുടെ കാലിൽ ചവിട്ടിക്കൊണ്ട് കൃഷ്ണന്റെ ഒരു കൈ താടിയിൽ പിടിച്ചുയർത്തും. ആ ഒറ്റ ഉയർത്തലിന് ഈ വൃദ്ധയുടെ കൂനെല്ലാം മാറും. മാത്രമല്ല, ഈ വൃദ്ധ സുന്ദരിയായ ഒരു യുവതിയായിട്ട് മാറും. ഇത്രയേറെ സൗന്ദര്യം. അങ്ങനെ സുന്ദരിയായി മാറിയ ഈ സ്ത്രീ പിന്നീട് കൃഷ്ണനിൽ അനുരുക്തനാവും. കൃഷ്ണൻ പറയും, അതവിടെ നിൽക്കട്ടെ എന്ന് പറയും, ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് വാക്കു കൊടുത്തിട്ട് ഭഗവാൻ അങ്ങോട്ട് പോകും. ഇപ്പൊ പറഞ്ഞു വന്നത്, എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം, ഇപ്പൊ ആ സുഗന്ധലേപനങ്ങളുടെ ഗന്ധം ആരാണോ ആദ്യം എടുക്കേണ്ടത്, മണക്കേണ്ടത്, അത് ഭഗവാനാണ്. ഈ അലക്കിയ വസ്ത്രം ആർക്കാണോ ആദ്യം ഇടേണ്ടത്, അത് ഭഗവാനാണ്. അവിടെയാണ് ഇത് പറഞ്ഞത്, ശ്രീയാപതിർയജ്ഞാപതിർ പ്രജാപതി ധിയാമ്പതിർ ലോകപതിർധരാപതി പതിർഗച്ഛാന്തക വിഷ്ണുസ്വാത്തതാം പ്രസീതതാമേ ഭഗവൻ സദാംപതി. അങ്ങനെ
ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു പരിപൂർണതയുണ്ടാകും. അത്തരം ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ലാഭനഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും അങ്ങനെ രക്ഷപ്പെടുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാതെയാവുകയും ചെയ്യും. ശ്രീമദ് മഹാഭാഗവതം പറയുന്നു, യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിദിനോതി കൽമേഷം തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ ലാസ്റ്റ് വായിച്ചു കലിയുഗത്തില് സങ്കീർത്തന യജ്ഞത്തിലാണ് പ്രാധാന്യത എന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി രാവിലെ അടുക്കളയിൽ ആരംഭിക്കുന്ന ആ ഗൃഹനാഥ ആരംഭിക്കുന്ന യജ്ഞത്തിലൂടെ പിന്നീട് സങ്കീർത്തന യജ്ഞത്തിലൂടെ നമ്മൾ പോകുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പം കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ യജ്ഞം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇവിടെ അത് ശ്രീമദ് മഹാഭാഗവതത്തില് ശുകദേവ ഗോസ്വാമി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. യത് കീർത്തനം, ഇത് ഓർമ്മിച്ചു വെക്കണം. യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യത് അർഹണം. യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യത് അർഹണം ലോകസ്യ സദ്യോ വിദുനോതി കൽമേഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ലോകസ്യ സദ്യോ വിധിനോതി കൽമേഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യത് അർഹണം ലോകസ്യ സദ്യോ വിദിനോതി കൽമേഷം തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. സർവമംഗളകരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ശുകദേവ ഗോസ്വാമി പറയുകയാണ്, ട്രാൻസെൻഡന്റൽ ബർത്ത്, വ്യാസമഹർഷിയുടെ മകൻ, ട്രാൻസെൻഡന്റൽ ബർത്ത്. ആ ശുകദേവ ഗോസ്വാമി ഭഗവാനെ പറ്റി പറയുകയാണ്, ഗ്ലോറിഫൈ ചെയ്യുകയാണ്. സർവമംഗളകരനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുണവർണ്ണത്തിനും സ്മരണത്തിനും ദർശനത്തിനും ശ്രവണത്തിനും പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കും നിവർത്തകന്റെ സകല ഫലങ്ങളെയും ഉടൻ പവിത്രമാക്കാൻ കഴിയും. ഭഗവാന്റെ ദർശനം, ഭഗവാനെ പറ്റിയുള്ള ശ്രവണം, ഭഗവാനെ പറ്റിയിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം നമ്മുടെ പാപഫലങ്ങളെ എടുത്തു കളഞ്ഞ് നമ്മളെ പവിത്രമാക്കാൻ സാധിക്കും എന്ന് ശുകദേവ ഗോസ്വാമി ഇവിടെ പറയുന്നു. ഭീഷ്മദേവര് ശരശയിൽ കിടക്കുമ്പോഴും അതാണ് പറയുന്നത്. നോക്കൂ, 18 ദിവസം ഭീഷ്മദേവർ യുദ്ധം ചെയ്തു. 64 കോടി ജനങ്ങള് മരിച്ചു. അനേകായിരം ജനങ്ങള് അപ്രത്യക്ഷരായി, മാൻ മിസ്സിംഗ്. ഭീഷ്മദേവര് ശരശയിൽ കിടക്കുമ്പം ഈ അന്തരീക്ഷം ഒന്നുമല്ല ഓർമ്മിക്കുന്നത്. 18 ദിവസം ഭീഷ്മദേവര് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഭീഷ്മദേവര് വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഭീഷ്മദേവര് അവസാനം പ്രാർത്ഥിച്ചത് എന്താണ്? പാർത്ഥസാരഥിയെ എനിക്ക് അവസാന നിമിഷത്തിൽ കാണാൻ കഴിയണമെന്നുള്ളതാണ്. ആ ഭഗവാന്റെ ലീലകൾ, അർജുനനോടൊപ്പം യുദ്ധത്തിനായി നിൽക്കുന്ന ഭഗവാൻ, ആ രൂപം, ഭഗവാന്റെ ഗുണങ്ങൾ എനിക്ക് സ്മരിക്കാൻ സാധിക്കണമെന്നുള്ളത്. ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 64 കോടി ജനങ്ങൾ മരിച്ചിരിക്കുന്നതായിരിക്കും ആ സമയത്ത് ഓർമ്മ വരുന്നത്. പക്ഷേ ഭീഷ്മദേവര്
അചഞ്ചലമായ വിശ്വാസം ഭഗവാനിലുണ്ടായിരുന്നു. ആ 18 ദിവസവും ഭഗവാൻ അർജുനനേക്കാൾ ഭാഗ്യവാനായിരുന്നു ഭീഷ്മദേവർ. കാര്യം ഭീഷ്മദേവരുടെ മുന്നിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ 18 ദിവസവും സൂര്യ ഉദയം മുതൽ അസ്തമയം വരെ ഭീഷ്മദേവര് ഭഗവാനെ കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. കൃഷ്ണ, നീ എപ്പോഴാണ് എന്നെ അനുഗ്രഹിക്കുന്നത്? എങ്ങനെ? എന്നെ അമ്പെയ്തിട്ട്, അല്ലെങ്കിൽ എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട്, എന്നെ കൊന്നിട്ട് എന്നാണ് എന്നെ അനുഗ്രഹിക്കുന്നത്? ഭഗവാൻ ഇതെല്ലാം അറിയാം. ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഭീഷ്മദേവരുടെ ചിന്ത ഭഗവാൻ മനസ്സിലാക്കുന്നു. കാര്യം ഭഗവാൻ ശ്രീല പ്രഭുപാദ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്, ഡോണ്ട് തിങ്ക് ഗോഡ് ഡസന്റ് ഹാവ് എനി ഫീലിങ്സ്. ഭഗവാന് വിചാര വികാരങ്ങൾ ഇല്ല എന്നുള്ളത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഭഗവാന് വികാര വിചാരങ്ങൾ ഉണ്ട്. ആ വികാര വിചാരങ്ങള് നമ്മളുടെ പ്രവർത്തികളിൽ അത് പ്രതിപ്രവർത്തനം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിരണ്യാക്ഷനെ കൊന്നു, പക്ഷേ ആ ഭഗവാനെ തണുപ്പിച്ചത് നാരദ മഹർഷി ആരെ പറഞ്ഞു വിട്ടു? 5 വയസ്സായ പ്രഹ്ലാദനെ പറഞ്ഞു വിട്ടു. എന്തു ചെയ്തു? ഭക്തിയുത സേവനത്തിൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് സാഷ്ടാംഗ പ്രണാമം ഭഗവാന്റെ മുന്നിൽ. പ്രഹ്ലാദൻ അതാണ് ചെയ്തത്. രണ്ടാമത്തത് അചഞ്ചലമായ വിശ്വാസം, ആ അലോയിഡ് ഡിവോഷൻ, അത് പ്രഹ്ലാദൻ ചെയ്തു. അതുകൊണ്ട് ഭഗവാൻ തണുത്തു. ചെല്ലുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് ലക്ഷ്മി ദേവി പോലും പേടിച്ച് ഓടിപ്പോയി ഭഗവാന്റെ മടിയിൽ നിന്ന്. ആ അത്രയും തീഷ്ണതയോടെ നിന്ന നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ 2 കൈകൊണ്ടും വാരിയെടുത്ത് സ്നേഹത്തോട് ആലിംഗനം ചെയ്തിട്ട് മടിയിലിരുത്തി. നമുക്ക് വേണ്ടത് ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസം, പരിപൂർണ ശരണാഗതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റും എന്നുള്ളത് ഇവിടെ പറഞ്ഞ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തില് 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകത്തിലൂടെ നമുക്ക് വേണ്ടിയിട്ട് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. സുശീം പ്രഭു വന്നിട്ട് പോയി. ജയപ്രകാശ് വെള്ളം കുടിച്ചു. ഹരേ കൃഷ്ണ. ഇതില് എന്തെങ്കിലും ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ? ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ പറയാം. ഹരേ കൃഷ്ണ. ആരും ഒന്നും മിണ്ടുന്നില്ല. ബിപിൻ പ്രഭുവിൽ തുടങ്ങാം. ആർക്കും യാതൊരു ആക്ഷേപവും ഇല്ല. എന്നാ പറയൂ, അഭിപ്രായങ്ങൾ പറയൂ. അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും. അഭിപ്രായങ്ങൾ ഇല്ലാത്ത നമ്മൾ ചായക്കടയിൽ ചായ കുടിക്കാനായിരിക്കും പോകുന്നത്, പക്ഷെ അവിടെയും 10 അഭിപ്രായം നമ്മൾ പറയും. ലോകകാര്യങ്ങളായിരിക്കും വിളിച്ചു പറയുന്നത്, അല്ലേ? അല്ലേ ചേട്ടാ? പണ്ടങ്ങനെ അല്ലായിരുന്നോ? ഞാൻ പ്രഭുവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ഈ പറഞ്ഞ വാചകങ്ങളിൽ അല്ലേ? അപ്പം എങ്ങനെയാണെങ്കിലും എന്നെ എന്താ പറഞ്ഞത്? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, അമ്മയെ തല്ലിയാലും എന്താണ് ചേട്ടാ പറയുന്നത്? 5-6 പേർ കൂടെ കാണുന്നു. 5-6 പേര് കൂടെ കാണുന്നു, 2 അഭിപ്രായം എന്തോ പറയുന്നുണ്ടല്ലോ. പണ്ടത്തെ ഒരു ചൊല്ലാണ്. രാജീവ് പ്രഭു എന്തോ പറയുന്നു. പ്രഭു ആ മൈക്ക് ഒന്ന് ശരിയാക്കി വെക്കണേ. ഇല്ല, ഒന്നും കേട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. 2 പക്ഷമുണ്ട് പ്രഭു. 2 പക്ഷമുണ്ട്. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ട്. കറക്റ്റ് ആണ്. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ട് എന്ന് പറഞ്ഞതുപോലെ എങ്ങനായിക്കഴിഞ്ഞാലും അഭിപ്രായങ്ങൾ കാണും. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ.
ഇതിലൊരു പക്ഷേ ഉള്ളൂ. ആ ഇതിലൊരു പക്ഷേ ഉള്ളൂ. ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. 2 വർഷം ഇല്ല. എന്നാലും പറയാം. ജയപ്രകാശ് പ്രഭു തുടങ്ങിക്കോളൂ. പ്രഭു ഭഗവാന്റെ കാര്യം പറയുന്നതുകൊണ്ട് രണ്ടാമത്തെ അഭിപ്രായം ഇല്ല. ഓക്കെ, ഭഗവാന്റെ കാര്യം തന്നെ എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പറയാം. തകർത്തു പ്രഭു. Really, this is from my heart. എന്തായാലും പറയൂ, അഭിപ്രായം പറയൂ. ഹരേ കൃഷ്ണ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് തകർത്തു പ്രഭു. ഭഗവാനെ പറ്റി പറയാനാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ കുറിച്ച് പറയുമ്പോ പ്രഭുവിനുള്ള ആ ഊർജം നിലനിൽക്കട്ടെ. 2021 എല്ലാവർക്കും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. പല വിഷമതകളിലൂടെയാണ് 2020 കടന്നുപോയത്. ഒരുപാട് പേർക്ക് പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം 2021 ഈ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ ഈ ഒരു ദിവസം നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സുശീം പ്രഭു വന്നിട്ടുണ്ടോ അവിടെ? സുശീൻ പ്രഭു ചെയ്യുക, സ്ഥിതപ്രജ്ഞത നേടുക, സ്ഥിതപ്രജ്ഞ നിലനിർത്തുക, മുക്തി നേടുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷമായി അത്രയും പറഞ്ഞത്. ഒരു വാക്കെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു ഹരേ കൃഷ്ണ. സുശീം പ്രഭുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരിസ കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനത് എനിക്ക് മനസ്സിലായി. ഗസ്റ്റ് അല്ല, എന്റെ ചേട്ടന്റെ മകളും അവരൊക്കെ വന്നത്. അപ്പൊ അതെ എനിക്ക് മനസ്സിലായി. ലേറ്റായി വന്നു. പറഞ്ഞോളൂ പ്രഭു, അഭിപ്രായങ്ങൾ എന്താണ്? എനിക്ക് പിടിയിട്ടില്ല. നമ്മള് ക്ലാസ് കഴിഞ്ഞു, സെഷൻ കഴിഞ്ഞു. ഓക്കെ. അപ്പം ഇതിനകത്ത് നമ്മള് കർമ്മ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം. അപ്പൊ അങ്ങനെ മാറി നിന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാനും, മാത്രമല്ല ഈ കർമ്മബന്ധനങ്ങൾ ഇല്ലാത്ത ഒരു ലോകമാണ് ഗോലോക വൃന്ദാവനം. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാണ്ടക്കെട്ട് അഴിച്ചു വെച്ചെങ്കിലേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ഈ പാണ്ടക്കെട്ടുമായിട്ട് അവിടെ ലഗേജുമായിട്ട് പോകാൻ ഉള്ള വിസയില്ല നമുക്ക്. അങ്ങനെ ഒരു വിസയില്ല. അതല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. അതെ, ലഗേജ് ഫ്രീ വിസയാണ് അവിടെ ഉള്ളത്. അപ്പം ഈ ലഗേജ് എങ്ങനെ എടുത്ത് കളയാമെന്നുള്ളതിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി പ്രഭുവിന് പറയാം. ഞാൻ ഏകദേശം ഞാൻ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ പറഞ്ഞു. ഇനി പ്രഭു മനസ്സിലായി. അതല്ല ഇവിടെ എല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുന്നത്, പറയുന്നത്. നാമജപം കൊണ്ട് ലഗേജ് ഇറങ്ങിപ്പോയാൽ ഓൺലി വേ. നാമജപം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അറ്റാച്ച്മെന്റ്സ് പോകാതെ ഒന്നും നടക്കില്ലല്ലോ. അതിപ്പം കടുത്ത നാമജപം അല്ലെങ്കിൽ നാമജപം ശരിയായിട്ട് നടന്നാൽ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റാച്ച്മെന്റ് ലെവൽ കുറഞ്ഞു വരും. അങ്ങനെ നമുക്ക് ക്ലിയർ ആവാൻ പറ്റുമായിരിക്കാം. ക്രൈസിസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെസ്റ്റഡ് ആവുന്നത്. ഇപ്പൊ മെറ്റീരിയലുമായിട്ട് അറ്റാച്ച് ചെയ്താൽ സ്പിരിച്വാലിറ്റിന്ന് അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. മെറ്റീരിയൽ കാര്യങ്ങളുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യരുത് കാര്യമായിട്ട്. അതിങ്ങനെ നടന്നുകൊണ്ട് പോകും. പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ ഓർഡർ ഉണ്ടാവും എല്ലാത്തിനും. നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. നാമജപം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോകും. അത് ആണ് ഈ സത്സംഗം എല്ലാം അതിന്റെ ഭാഗമാണ്.
അപ്പം എല്ലാം ഓർഡറിൽ കിട്ടും. വീട്ടില് സിസ്റ്റം, പിള്ളേർക്ക് തലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെയാണല്ലോ എല്ലാവർക്കും വേണ്ടത്. പ്രോബ്ലം മെയിൻലി വരുന്ന പിള്ളേർ തലയ്ക്ക് വെളിവില്ലായ്മയും എല്ലാം കൊണ്ടും അതൊക്കെ പലരും നമ്മളെ വീടുകളിലൊക്കെ കാണുന്നുണ്ട്. സോ അതൊരു സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ വളരുന്ന പിള്ളേർക്ക് അധികം ഉണ്ടാവില്ല, ഉണ്ടായി കാണുന്നില്ല. സോ ദാറ്റ് ഈസ് ബിഗ് പ്ലസ്. നമ്മള് ചെയ്യുന്നത് അവരെന്തായാലും നോക്കും, എന്ത് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഫേം ബിലീവിന് എപ്പോഴും ഒരു റെസ്പെക്ട് കിട്ടും. ദാറ്റ് ഈസ് ദെയർ. അതിപ്പോ നമ്മളിപ്പോ എങ്ങനെയൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ഫേം ആണെങ്കിൽ അതിനൊരു റെസ്പെക്ട് കിട്ടും എല്ലായിടത്തും. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ഫേം സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മളെ ഉദ്ദേശം അറ്റാച്ച്മെന്റ് വെളിയിൽ വരാനാണ് എങ്കിലും അതെല്ലാം വേറെ വേറെ മെറ്റീരിയൽ ലെവലിലും ഗുണം ചെയ്യും. അതാണ് ഇപ്പം നമ്മളെ പ്രൂവൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ഹരേകൃഷ്ണ പൊതുവെ എല്ലായിടവും റീച്ച് ചെയ്യുന്നുണ്ട്. ഇന്നും ഒരു അംബാസിഡർ, നമ്മളെ പഴയ അംബാസിഡറൊക്കെ ഇത് ഞാൻ കണ്ടു, ഷീല പ്രഭുപാദിനെ കുറിച്ച്. അതെ അതെ. അങ്ങനെ ട്രിവാൻഡ്രത്ത് വളരെ നല്ല വർക്ക് നടക്കുന്നുണ്ട് കേരളത്തിൽ. നല്ല രീതിയിലാണ് അതിന്റെ സപ്പോർട്ട് പോണത് ദുബൈയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ അയാളുടെ സ്വന്തം കാലിലായി ജാസേഷ് പ്രഭു. ട്രിവാൻഡ്രത്ത് കുറച്ചൊരു സ്ട്രോങ് ആണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഇത് മാക്സിമം ആളുകളിൽ എത്തുക, ആളുകളൊക്കെ നല്ല രീതിയിൽ വരിക, അവരൊക്കെ ജീവിതത്തിൽ അവരുടെ റിയാക്ഷൻസിൽ ഇത് കൊണ്ടുവരിക. എപ്പോഴും ഒരു സത്യം. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ്. ഒരു പാട്ടോ മറ്റോ ഉണ്ട്, ചൂട്ട് നെയ് ബോൾനെ ഗുദാക്ക ബസ് ജാനാ എന്ന്. അങ്ങനെയാണ്, ചൂട്ട് നെയ് ബോൾനെ ഗുദാക്ക ബസ്, ഗോഡ നെയ്യെ പൈതൽ ജാനാ. അങ്ങനെ ഒരു പാട്ടുണ്ട് പഴയ. സത്യം പറയാൻ ശ്രമിക്കുക. അവിടെ ബാക്കിയുള്ളതൊക്കെ റിലേറ്റീവ്. സത്യം എപ്പോഴും അതും കറക്റ്റ് ആണ്. കാര്യം ആദ്യത്തെ ശ്ലോകം തന്നെ ആരംഭിക്കുന്നത് ജന്മാദിസ്യ യതോ അന്യ ഇതര തച്ച് അർത്ഥിഷു അഭിജ്ഞ സ്വരാട് തേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തിയ സൂരയഃ തേജോ വാരി മൃതാം യഥാ വിനിമയോ അത്ര സർഗാമഷാധാന സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണഗായത്രി മന്ത്രം എന്നതിനെ വിശേഷിപ്പിക്കും. ശ്രീമദ് മഹാഭാഗവത്തിന്റെ പ്രഥമ സ്കന്ധത്തില് പ്രഥമ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. ഇതിന്റെ വിശദീകരണങ്ങളാണ് പിന്നെ ബാക്കി വരുന്ന എല്ലാ ശ്ലോകങ്ങളും. നമ്മള് ഭഗവാൻ സത്യമാണ്, അപ്പോൾ നമ്മളും സത്യസന്ധരായി. അതെ, സത്യം. അത് അങ്ങനെയല്ലേ പറയുന്നത്. ഖുദാക്കെ പാസ് ജാനായ ചൂട്ട് നെയ് ബോൾനെ. അത്ര തന്നെ. അത് ആ പാട്ട് പഴയ പാട്ടാണെന്ന് തോന്നുന്നു. അത് ഞാനൊരു ഹരേകൃഷ്ണ പ്രഭാഷണത്തിൽ കേട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയി. അതിനകത്തുണ്ട്. നന്നൂന് വിശക്കുന്നു. കള്ളം പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. അതെ അതെ, ഹരേ കൃഷ്ണ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് നന്നൂന് വിശക്കുന്ന രാജീവിനോട് ചെവി പറയുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? സമയമായി. അങ്ങനല്ലേ? മനസ്സിലായല്ലോ. അത് 6 മണിക്ക് തുടങ്ങിയാണ് ഇപ്പോഴും. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ത്രസ്യ തസ്നാമാന്യാനി കർമാമേകം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച തഥാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവമമ ദേവ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതകേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാരൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു.
മായ മഹായോഗിനീശ്വരി അന്നഗോപസുതം ദേവം കൃഷ്ണ വിഷ്ണു നമ ദാസോഹം ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ രാമ. പ്രഭു മേട്ടില്ല. അപ്പോൾ എടുത്തു പറഞ്ഞത് ഹരേ കൃഷ്ണ, സ്വാമി ഹരേ കൃഷ്ണ, കീർത്തന ഹരേ കൃഷ്ണ, നന്ദന ഹരേ കൃഷ്ണ, അന്നു ഹരേ കൃഷ്ണ, നിവേദ് ഹരേ കൃഷ്ണ, ഘനശ്യാം കനകശ്രീ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അമ്മ അച്ഛനോടെ പോയി.